ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇന്നലെ ചിന്തിച്ചു. അത് ദൈവവചനം അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ഈശ്വര വിശ്വാസികൾ ദൈവം ഉണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിക്കുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഏറെ നമുക്ക് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനാണ് കൂടുതൽ നമ്മുടെ സാഹചര്യങ്ങൾ. ദൈവം ഇല്ല എന്നവനെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മുഖ്യമായ ഒരു ഘടകം ഈ ലോകത്ത് നടക്കുന്ന അനീതികളാണ്. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും നമുക്ക് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ, മാറാ രോഗങ്ങൾ, അതുപോലെ അപകടങ്ങൾ, ഇങ്ങനെയുള്ള പട്ടിണി, ദാരിദ്ര്യം, കിടപ്പാടമില്ലാതെ അനേകായിരങ്ങൾ കഷ്ടപ്പെടുന്നു, യുദ്ധം കൊണ്ട് അനേകായിരങ്ങൾ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലെത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നീതിമാനായ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ അനേകരെയും അത് പുറകോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു വ്യക്തമായ പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്, ഒരു ഡിവൈൻ പ്ലാൻ. ആ പ്ലാൻ എന്താണെന്ന് നാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും നിവാരണമായി അതിന് ഉത്തരമാകും. അപ്പൊ അങ്ങനെയുള്ള ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആ ഉദ്ദേശത്തിന് അത് കൃത്യമായി നാം മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ നാം ചെയ്യേണ്ടത്, അതിൻ്റെ അടിസ്ഥാനപരമായി നാം ചിന്തിക്കേണ്ടത് മരണം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഈ മരണത്തെ സംബന്ധിച്ച് ഇത് പറയാൻ ഇന്നുള്ള എല്ലാ മതവിഭാഗങ്ങളും, ക്രൈസ്തവർ മുഖ്യമായും വിശ്വസിക്കുന്നത് മരണം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകാനുള്ള വാതിലാണ് എന്നുള്ളതാണ്. മരണം അനുഗ്രഹമാണ് എന്നുള്ള. എന്നാൽ അത് വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലുകളിൽ നിന്നും എത്രയോ വിഭിന്നമാണ്. വേദപുസ്തകം പറയുന്നു മരണം ശത്രുവാണെന്നാണ് പറയുന്നത്. ആ മരണത്തിന്റെ അവസ്ഥ എന്താണ്, മരണത്തിൽ മനുഷ്യൻ ഏത് സ്ഥിതിയിലാണ് എന്നുള്ളത് വേദപുസ്തകം നമ്മളെ വെളിപ്പെടുത്തി തരുന്ന കുറെ വാക്യങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ ചിന്തിക്കുക, എന്താ ഈ മരണത്തിന് രണ്ട് സ്വഭാവം അല്ലെങ്കിൽ രണ്ട് അവസ്ഥകൾ ഉണ്ടെന്നാണ് മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, വിശേഷിച്ചും ക്രൈസ്തവ മതം. ഒന്ന് ആത്മീയ മരണമാണ്, മറ്റത് ശാരീരിക മരണമാണ്. അപ്പൊ ആത്മീയ മരണം ആണ് എന്ന് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, നാം ഏദൻ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ എവിടെയാണ് ഈ മരണം ആരംഭിക്കുന്നത്? അവിടെ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കുമെന്നാണ്. അപ്പൊ പാപത്തിന്റെ ശിക്ഷയാണ്, ശമ്പളമാണ് മരണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഏദൻ തോട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും, ആദാമിന് ദൈവം കൊടുക്കുന്ന ആ കൽപ്പന, നീ തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ ആ ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും, 2-ാം അധ്യായത്തിലെ ഉൽപ്പത്തി പുസ്തകം. ആ നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ആദാം അത് തിന്ന ആ ദിവസം തന്നെ മരിച്ചില്ല. കാരണം ആ ദിവസത്തിന്റെ ദൈർഘ്യം മനുഷ്യർ കണക്ക് കൂട്ടുന്നത് കേവലം 24 മണിക്കൂറിലെ ഇന്നത്തെ നമ്മുടെ ദിവസത്തോടുള്ള ബന്ധത്തില, ആ ദൈർഘ്യത്തിന്റെ ബന്ധത്തില. എന്നാൽ 24 മണിക്കൂറിന്റെ ഒരു കാലഘട്ടമല്ല ഈ കാര്യത്തിൽ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ നാളുകൾ പല ദൈർഘ്യങ്ങളിലുള്ള നാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയാണെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയാണ്. അപ്പൊ മനുഷ്യന്റെ ആയുസ്സും ദൈവം ആദാമിന് കൊടുത്ത ആ ആയുസ് അല്ലെങ്കിൽ ആ ഒരു ദിവസം എന്നുള്ളത് 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതഘട്ടമായിരുന്നു, കാലമായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാം? ആദാം എത്ര കാലം ജീവിച്ചിരുന്നു? ആദാം 930 സംവത്സരം ജീവിച്ചിരുന്നു, മരിച്ചു എന്നാ വേദപുസ്തകം പറയുന്നത്. അപ്പൊ 930 സംവത്സരം എന്ന് പറയുന്നത് 1000-ാമത്തെ ആണ്ടിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് ആദാം പ്രവേശിക്കുന്നത്. 1000 വർഷത്തിന് ശേഷവും ആദാം ജീവിച്ചിരുന്നുവെങ്കിൽ
തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം പറഞ്ഞ ആ വാക്ക് നടപ്പായില്ല എന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. എന്നാൽ നമ്മുടെ പഠിതാക്കളെല്ലാം വേദ പണ്ഡിതരെല്ലാം ഈ കാര്യത്തിൽ ദൈവത്തെ ഒന്ന് സഹായിക്കാം. കാരണം ദൈവത്തിന്റെ വചനമല്ലേ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത്. ദൈവം കളവ് പറയുവോ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കാര്യം തെറ്റിപ്പോയി എന്ന് മറ്റുള്ളവർക്ക് അവനെ കുറ്റപ്പെടുത്താൻ ഒരു അവസരം ഉണ്ടാക്കരുത് നമ്മൾ. അങ്ങനെ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതാ ഈ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് തന്നെ മരിക്കണം, അതിനവർ കണ്ടെത്തിയ ഒരു ഉപാധിയാ. അന്നവൻ മരിച്ചു, അത് ആത്മീയ മരണമായിരുന്നുവെന്ന്. നോക്കുക, അപ്പൊ ആത്മീയ മരണമാണെങ്കിൽ എന്താണ് ആത്മീയ മരണം? ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകലുന്നതാണ് ആത്മീയ മരണം. ഇതാണോ ദൈവം കൊടുത്ത ശിക്ഷ? ദൈവം കൊടുത്ത ശിക്ഷ ശാരീരിക മരണം. എന്തുകൊണ്ടാണ്? ആദാം തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദാമിനോട് ദൈവം പറഞ്ഞു, നാം ഇവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയണം. കാരണം അവൻ തോട്ടത്തിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച് എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയാം. അപ്പൊ ആത്മീയ മരണം ഈ ഫലം തിന്ന ദിവസം തന്നെ സംഭവിച്ചുവെങ്കിലും നോക്ക, ദൈവം പറയാ അവൻ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ ദൈവം ആദാമിന്റെ ആ ശാരീരികമായ മരണം സംഭവിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ഈ ശിക്ഷ അവിടെ നടപ്പാകുന്നില്ല. ഇനി നമ്മൾ നോക്കുക, ആത്മീയ മരണമാണെങ്കിൽ ഈ ആത്മീയ മരണത്തിൽ നിന്നും നമുക്കുള്ള മോചനത്തിന് എന്താ ദൈവം ഒരു മാർഗമൊരുക്കിയിരിക്കുന്നത്? ശാരീരിക മരണം, ദൈവം നൽകിയ ശിക്ഷ ശാരീരിക മരണമായതുകൊണ്ട് ശാരീരിക മരണത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ദൈവം ഒരു വഴിയൊരുക്കിയിട്ടുണ്ട്. അതാണ് അവന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി. അവൻ കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരമായി ഒരു മറുവില യാഗമായി അവൻ തീർന്നു എന്ന നമുക്ക്. അപ്പം എന്നാൽ യേശുക്രിസ്തു ഇപ്രകാരം ഒരു ആത്മീയ മരണം യേശുക്രിസ്തുവിന് സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ പാപത്തിന് പരിഹാരം ഒരു മറുവില നടക്കുന്നില്ല എങ്കിൽ ആ ശിക്ഷയിൽ നിന്നും നമുക്ക് എന്ത് മോചനമുണ്ട്? ശാരീരിക ശിക്ഷയിൽ നിന്നും ശാരീരിക മരണത്തിൽ നിന്നും നമുക്കൊരു മോചനത്തിനായി കർത്താവായ യേശുക്രിസ്തു മരിച്ചു. എന്നാൽ ആത്മീയ മരണത്തിൽ നിന്നുള്ള മോചനത്തിന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചോ? എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പിതാവിങ്കിൽ നിന്നും അകന്നവനായി ജീവിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ നിന്നും അകലുന്നതാണ്, വേർപെട്ടു പോകുന്നതാണ് ആത്മീയ മരണമെങ്കിൽ അതിന് പകരമായി കർത്താവായ യേശുക്രിസ്തുവും പിതാവിങ്കിൽ നിന്നും അവനോട് വേർപെട്ട് അവനോട് എതിരാളിയായി ജീവിക്കണ്ടേ? അത് ക്രിസ്തുവിന് സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നാം കാണുന്നത് എന്താ? നമ്മുടെ ശാരീരികമായ മരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ശാരീരിക മരണമായിരുന്നു എന്നുള്ളതിന് വളരെ സ്പഷ്ടമായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നമ്മളോട് പറയുക. അവിടെ പറയുന്നു 53-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്നും അവൻ ഛേദിക്കപ്പെട്ടു. ഇതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച ആ മറുവില യാഗമെന്ന് പറയുന്നത്. ജീവനുള്ളവരുടെ ദേശത്തു നിന്നും അവൻ എടുക്കപ്പെട്ടു. എന്നിട്ടോ അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി എന്ത് പരിഹാരം ചെയ്തു? അതാണ് ശാരീരിക മരണമാണ് നമുക്ക് വന്ന ശിക്ഷ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ആ ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി എന്ത് പരിഹാരം ദൈവം ഒരുക്കിയിരിക്കുന്നു? അത് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ്. അപ്പൊ ആ നാളിൽ അവൻ മരിച്ചു എന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ തിന്നുന്ന നാളിൽ നീ മരിക്കും
എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരു ആത്മീയ മരണമാണെങ്കിൽ ഈ നാള് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആദാമിന് കൊടുത്ത നാളെന്ന് പറയുന്ന 1000 സംവത്സരമാണ്. ഇനി ദൈവം ഇങ്ങനെ നാം ദൈവത്തിന്റെ ആ കണക്കിൽ ഈ നാളുകൾക്ക്, ദിവസങ്ങൾക്ക് പല ദൈർഘ്യമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യെശയ്യാ പ്രവചനം തന്നെ 9-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: മിദ്യാന്റെ നാളിലെ പോലെ അവൻ അത് ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. യെശയ്യാ തന്നെ 10:3 പറയാ സന്ദർശന ദിവസം എന്നാ അവിടെ പറയുന്നത്, സന്ദർശന ദിവസം. ഇനി യോഹന്നാൻ 6:40 പറയാ ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ ഒടുക്കത്തെ ദിവസം എന്ന് പറയുന്നത് കേവലം 24 മണിക്കൂറാണോ? ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 8:56 ഇങ്ങനെ പറയും: നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് അവൻ ഉല്ലസിച്ചു. 2 കൊരിന്ത്യർ 6:2 ഇങ്ങനെയാ പറയുന്നത്: പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. അപ്പൊ ഈ രക്ഷാ ദിവസം എന്ന് പറയുന്നത് ഏതാ? അത് കേവലം 24 മണിക്കൂറിന് ഒരു സുദീർഘമായ കാലഘട്ടം, ഒരു യുഗത്തെ സംബന്ധിച്ചാ പറയുന്ന ആ രക്ഷാ ദിവസം എന്ന് പറയുന്നത്. എബ്രായർ 3-ാം അധ്യായം 3-8-15 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. പരീക്ഷാ ദിവസത്തിലെ മത്സരം, ആ പരീക്ഷാ ദിവസം എന്ന് പറയുന്നത് ഇസ്രായേലിനുണ്ടായി 40 വർഷക്കാലമാണ്. ഇനി 1 പത്രോസ് 2:12 ഇങ്ങനെയാ പറയുന്നത്: നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വീണ്ടും റോമാലേഖനത്തിൽ ഇങ്ങനെ പറയും, യെശയ്യാ 65:2 ഇത് റോമാലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വാക്യം: അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. ഇപ്പൊ ഇടവിടാതെ ഓൾ ഡേ ലോങ് എന്നാ. അപ്പൊ ആ ദിവസം മുഴുവൻ ഞാൻ കൈനീട്ടി അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ആ ജനത്തിലേക്ക്. അപ്പൊ ദിവസം എന്നുള്ളത്, നാളെന്നുള്ളത് കേവലം 24 മണിക്കൂർ കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിന്റെ ദൈർഘ്യം എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ആത്മീയമായി മരിച്ചു. നമുക്ക് ആത്മീയമായി മരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഇവർ കൊടുക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ദൈവം ആദാമിന് കൊടുത്ത ശിക്ഷയുടെ ഭാഗമാണെങ്കിൽ ഹാനോക്കിനെ കുറിച്ച് എന്ത് പറയാൻ സാധിക്കും? ഹാനോക്ക് 300 വർഷക്കാലം ദൈവത്തോട് കൂടെ നടന്നു. അവനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ ഈ ഹാനോക്കിന് ആത്മീയ മരണം ഉണ്ടായിട്ടില്ലേ? അപ്പൊ ആദാമിന് കൊടുത്ത ശിക്ഷ ഹാനോക്കിന് ബാധകമല്ലേ? അപ്പൊ ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ആത്മീയ മരണം എന്ന് പറയുന്നത് അതൊരിക്കലും ഏദൻ തോട്ടത്തിൽ കൊടുത്ത ശിക്ഷയുടെ ഭാഗമല്ല. അപ്പൊ ആത്മീയ മരണം സംഭവിച്ചു. പിന്നെ ശാരീരിക മരണം അത് 930 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ആദാമിന് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത്. ആ 930 സംവത്സരത്തിന് ശേഷം ആദാമിന് സംഭവിച്ച മരണമാണ് ആ ദൈവം കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ വേദ പഠിതാക്കൾ അല്ലെങ്കിൽ വേദ ശാസ്ത്രിമാരെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന എന്താ? മരണത്തിൽ ആത്മാവ് നമ്മെ വിട്ടു പോവുകയാണ്. അതാണ് മരണത്തിന്റെ മറ്റൊരു സ്വഭാവം. ശാരീരിക മരണം സംഭവിക്കുമ്പോൾ എന്താണ്? ആത്മാവ് നമ്മിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ടാ ചോദിക്കുന്നത്, ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ കഴിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും അവന്റെ ആയുസ് തുടർന്നു നിൽക്കുന്നു. എങ്കിൽ പിന്നെ എന്താ ഈ ആദാമിനെ കുറിച്ച് പറയുമ്പോൾ ആദാമിന്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മരിച്ചു കഴിഞ്ഞാലും അവന്റെ ജീവൻ പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്നുവെങ്കിൽ ആദാമിന്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അവന്റെ ആയുഷ്കാലം അനർഗളമായി ഇങ്ങനെ തുടർന്നു പോവുകയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ സങ്കടകരമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാ അത്. ഇപ്പം നമ്മുടെ നിത്യത നാം എവിടെ കഴിക്കുന്നു എന്നുള്ളത് ഈ ആയുസിനോടുള്ള ബന്ധത്തിലാണ്.
ഇനി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ച്. അപ്പം ആയുസ് എന്ന് പറയുന്നത് തീർച്ചയായും അത് മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ഇപ്പൊ ആയുഷ്കാലത്തെ സംബന്ധിച്ച് സങ്കീർത്തനം 89-ാം സങ്കീർത്തനത്തിൽ എങ്ങനെയാ ചോദിക്കുന്നത്? എന്റെ ആയുസ് എത്ര ചുരുക്കം എന്നാണ്. എന്റെ ആയുസ് എത്ര ചുരുക്കം. ഇത് സങ്കീർത്തനം പറയാൻ കാര്യം എന്റെ ആയുസ് എത്ര ചുരുക്കമാണെന്നാ ചോദിക്കുന്നത്. അവൻ മരണശേഷവും അങ്ങനെ ജീവനിൽ നിലനിൽക്കുകയാണെങ്കിൽ ആയുസ് ചുരുങ്ങിപ്പോകുന്നത് എങ്ങനെയാ? ആയുസ് ചുരുങ്ങിപ്പോകുവാൻ സാധിക്കുമോ? വീണ്ടും ചോദിക്കുക, 102-ാം സങ്കീർത്തനത്തിൽ പറയുക, ഈ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് പറയുക. ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത്. അപ്പൊ ആയുസ് എവിടെയാ? നമ്മള് മരണം, ശാരീരികമായി മരണം സംഭവിക്കുന്ന ആ ദിവസം, അതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ ആയുസ് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവൻ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നാം മരിക്കുന്നത് നമ്മുടെ ആയുസിന്റെ മധ്യത്തിലാണെന്ന് എങ്ങനെയാ പറയുന്നത്? നാം എത്ര കാലം ഇത് നമുക്ക് നിത്യതയിൽ കഴിയുമെന്നല്ല പറയുന്നത്. നിത്യതയിൽ നീ മാറ്റപ്പെടുന്നത് എന്ന് പറയുമ്പോൾ എന്റെ ആയുസിന്റെ മധ്യത്തിലാണ് നീ എന്നെ എടുത്തു കളയരുതേ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളേ? നമ്മൾ ചിന്തിക്കുക. 116-ാം സങ്കീർത്തനത്തിൽ പറയാം, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കണമെന്ന സങ്കീർത്തനം 56-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യമാ പറയുന്നത്. ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കണം. ഇത് പറയുന്ന സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുമ്പോൾ തീർച്ചയായും ദാവീദ് ഇന്നത്തെ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയനുസരിച്ച്, പഠിപ്പിക്കലുകളനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിലാണ്. പക്ഷെ ഞാൻ ജീവന്റെ വെളിച്ചത്തിൽ നടക്കണം, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. നിന്റെ നിത്യത അവിടെയാണ് നീ കഴിക്കുന്നത് എന്ന് ഉറപ്പുള്ളതെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു മരണത്തിൽ നിന്നും വിടുവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവന്റെ പ്രകാശത്തിൽ ദൈവത്തിന്റെ മുൻപാകെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദാവീദ് എങ്ങനെ പറയും? നമ്മൾ നോക്കുക. ഇപ്പൊ വീണ്ടും ഹിസ്കിയാവ് ചോദിക്കുക, എന്റെ ആയുസ് നീ നീട്ടിത്തരണം. 38-ാം അധ്യായത്തിൽ ഹിസ്കിയാവ് ദൈവത്തോട് അപേക്ഷിക്കുന്ന വലിയ പ്രാർത്ഥന ഏതാ? എന്റെ ആയുസിനെ നീ നീട്ടിത്തരണം. 15 വർഷക്കാലം നീട്ടിക്കൊടുത്തു. അപ്പൊ മരണശേഷം നിത്യതയിൽ ദൈവത്തോടൊപ്പമാണ് ദൈവത്തിന്റെ മക്കൾ, നീതിമാന്മാർ ജീവിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? എന്തിനാണ് ഈ ആയുസിൽ, ഈ ദുരിതപൂർണമായിരിക്കുന്ന ഈ ആയുസിൽ നമ്മുടെ ജീവൻ ഒരു നിമിഷമെങ്കിലും നീട്ടിക്കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മൾ എന്തിനാ രോഗികളായി കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ കൊണ്ടിട്ട് നാം ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുന്ന ആ സ്വത്ത് മുഴുവൻ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആശുപത്രികളിൽ, ഹോസ്പിറ്റലുകളിൽ നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാ? അങ്ങനെ നമുക്കൊരു പരദേശമുണ്ട്, ഒരു സ്വർഗീയ നാടാണ് നമ്മുടെ സ്വന്തം നാട് എന്ന് ചിന്തിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ എന്തിനു വേണ്ടിയാണ് ഈ ആയുസിൽ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇത്ര ബദ്ധപ്പാടുകൾ നടത്തുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്കുക. എത്രയും വേഗം പാസ്പോർട്ട് മേടിച്ച് അങ്ങോട്ട് പോകാനല്ലേ നോക്കേണ്ടത്? ആശുപത്രികളിൽ പോയി ഇപ്പൊ ഇന്നലെ തന്നെ ഉണ്ടായ ഒരു കൊലപാതകത്തിന്റെ ശിക്ഷാവിധി വന്നില്ലേ? അവിടെ എന്താണ് ആ ജഡ്ജി പറയുന്നത്? ഷാരോൺ എന്ന് പറയുന്ന ആ യുവാവ്, അവൻ 11 ദിവസക്കാലത്തോളം ഈ ജീവിതത്തോട് പടവെട്ടി ത്യാഗങ്ങൾ, വേദനകൾ അനുഭവിച്ച് ജീവിക്കുകയാണ്. അവൻ എത്രയും വേഗം കടന്നു പോട്ടെ എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത്? അവനെ എന്തിനാ ഈ വേദനകളിൽ കൂടെ ഒരു ദിവസം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മരുന്നുകളും മറ്റ് സഹായങ്ങളും ചെയ്യുന്നത് എന്തിനാ? അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഉത്തരം വേണം പ്രിയമുള്ളവരെയും. മരണത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഇതാണ് മരണത്തിന്റെ അവസ്ഥയെങ്കിൽ
മരണത്തിൽ നമുക്കുള്ള പ്രത്യാശ എന്താ? അതാ നാം ചിന്തിക്കേണ്ടത്. മനുഷ്യൻ മൃഗം മരിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും മരിക്കുകയാ. മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നാം ആത്മാവെന്നുള്ളൊരു വിഷയം നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ അതിനെ കൂടുതലേക്ക് വരാം. എങ്കിൽ ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാം. മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മുഖ്യമായും രണ്ട് വ്യത്യാസങ്ങളാണ്. മരണത്തിന്റെ കാര്യത്തിലല്ല. മനുഷ്യൻ മൃഗത്തെക്കാൾ വിശേഷ ബുദ്ധിയുള്ളവനാ. മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ വിശേഷ ബുദ്ധിയില്ല. മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇന്ന് ഈ നൂതനങ്ങളായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ വിശേഷ ബുദ്ധി ഉള്ളത് കൊണ്ടാ. ഒരു മൃഗത്തെ കൊണ്ടും അവൻ ആദ്യകാലത്ത് കെട്ടിയ ഒരു കുരുവി, ഒരു ഓലഞ്ഞാലി കുരുവി തെങ്ങിന്റെ ഓലകളിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ അതിന്റെ ഒരു ഭവനമുണ്ട്, നമുക്കറിയാം. അത് തന്നെയാ ഇന്നും. അതേ രീതിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ നോക്കുക, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് എത്രയോ പുരോഗതി ഉണ്ടായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വലിയ വ്യത്യാസം വിശേഷ ബുദ്ധിയുടെ കാര്യത്തിലാണ്. മറ്റൊന്ന്, അപ്പൊ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കും, അവനൊരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളതിലാ. മൃഗങ്ങൾക്ക് പുനരുത്ഥാനമില്ല, അവർ മരിച്ചാൽ മണ്ണോട് ചേർന്ന് തീർന്നു. അപ്പൊ മനുഷ്യനൊരു പുനരുത്ഥാനമുണ്ട്. എങ്ങനെ അറിയാം? അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മരിക്കുകയും പുനരുത്ഥാനം പ്രാപിക്കുകയും ചെയ്തത്. അതാ. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, ഒരു മരണ വീട്ടിൽ നമുക്ക് അവനോട് പറയാൻ പറ്റുന്നത്, അവന്റെ പ്രത്യാശ എന്ന് പറയുന്നത്, അവനൊരു പുനരുത്ഥാനമുണ്ട്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ നമുക്ക് മനുഷ്യനുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയാണ്. അതെന്നാണ്? അത് കർത്താവ് തന്റെ രാജ്യത്തിൽ മടങ്ങി വരുമ്പോഴാണ്. അപ്പം മരണം എന്നുള്ളത് മനുഷ്യന്റെ വിനാശമാണ്, നാശമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവെന്ന് പറയുന്നത് ഈ പുനരുത്ഥാനത്തെ കുറിച്ച് അപ്പോസ്തലൻ നൽകിയിരിക്കുന്ന ചില ഉപദേശങ്ങളാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെയാ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. നോക്കുക, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. കണ്ടോ? അപ്പൊ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് മാത്രമാണ് അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നാം ഇന്നും ദൈവം വിധിച്ച ആദാമിന് കൊടുത്ത ആ ശിക്ഷയിൽ നാം കഴിയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. വീണ്ടും പറയാം, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. ഇപ്പൊ മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ ആയുസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഏത് അപരാധവും ചെയ്ത് ജീവിക്കാം. കാരണം ഏത് അപരാധത്തിനും ക്യാപിറ്റൽ പണിഷ്മെന്റ് മരണമാണ്. അപ്പൊ ഈ ഒരു പാപിയാണെങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകുമെന്നുള്ളതൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്താൻ, ഭീഷണിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സഭകൾ പഠിപ്പിക്കുന്നതാണ്. മരണം ജീവന്റെ വിനാശമാണ്. അല്ലെങ്കിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുവോ, പുനരുത്ഥാനം ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? നീ തിന്നോ കുടിച്ചോ, ഏത് വിധേനയും ജീവിച്ചോ, നാളെ ചാകും, നിനക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടാനില്ല. ഒരു ഭവിഷ്യായുസിൽ ഉണ്ടാകാനിരിക്കുന്ന ആ ന്യായവിധിയെ കുറിച്ച് നിനക്ക് ചിന്തിക്കാനില്ല. പക്ഷെ പുനരുത്ഥാനമുണ്ട്. അതുകൊണ്ട് വീണ്ടും ഈ 15-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം വീണ്ടും പറയാം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും മരിച്ചുപോയി. നോക്കുക, അപ്പൊ ഇത് ക്രിസ്തു മരിച്ചു. നമ്മൾ ചിന്തിക്കുക, നീതിമാനായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന്
അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്നത്. അവൻ സ്വർഗത്തിലേക്കാണ്, അവൻ മോക്ഷപ്രാപ്തിയിലേക്കാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ, എങ്കിൽ അതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി ക്രിസ്തുവല്ലേ? അവൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ മാറ്റപ്പെടണ്ടേ? അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനോടെ കാണണ്ടേ? എങ്കിൽ പിന്നെ എന്താ അപ്പോസ്തലൻ പറഞ്ഞ, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് പറയാൻ? നിങ്ങൾ തിന്നോ കുടിച്ചോ നാളെ ചാകും. അപ്പൊ ക്രിസ്തു ആണെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ നീതിമാനായ മനുഷ്യൻ ആയിരുന്നിട്ട് പോലും അവനും മരിച്ചാൽ, കാരണം അവന്റെ മരണം എന്ന് പറയുന്ന ആദാമിന്റെ ആ ശിക്ഷ സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ടുള്ള മരണമാണ്. അപ്പൊ ആ മരണം പാപത്തിന്റെ പരിഹാരമായിട്ട് അവൻ ഏറ്റെടുത്തതാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു മോചനം എന്ന് പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ആ ദൈവത്തിന്റെ വചനത്തോട്, ദൈവത്തിന്റെ പദ്ധതികളോട് പൂർണ്ണമായും അവൻ അനുസരണ കാണിച്ചത് കൊണ്ട് ദൈവം അവനെ മേൽ ചൊരിഞ്ഞ കൃപയാണ് അവന്റെ പുനരുത്ഥാനം. ആ പുനരുത്ഥാനത്തിന്റെ പങ്കാളികളാണ് നമ്മളും മനുഷ്യരും. അങ്ങനെ പുനരുത്ഥാനം വഴി ജീവനിലേക്ക് നാം കടന്നു വരും. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ പുനരുത്ഥാനം ഇല്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. മരണം എന്ന് പറയുന്നത് എന്നേക്കുമായ ജീവന്റെ വിനാശമാണ്. എന്നാൽ നാം നിത്യകാലം ആ മരണത്തിന് അടിമപ്പെട്ട് ഇല്ലായ്മ പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ഓർക്കാതെ വണ്ണം തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട്, അതാണ് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ പ്ലാനിന്റെ മുഖ്യഭാഗമാണ് മനുഷ്യർ ആദാം ചെയ്ത പാപത്തിനു പകരമായി അവനെ ആ പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി ഒരു മറുവില യാഗം, ആദാമിന്റെ ജീവന് തുല്യമായ മറ്റൊരു ജീവൻ ദൈവത്തിന് യാഗമായി നൽകുമ്പോൾ, ആദാമിന് പകരമായി നൽകുമ്പോൾ ആദാമിനെ ആ ശിക്ഷയിൽ നിന്നും അവൻ വിടുവിക്കുന്നു, മോചിപ്പിക്കുന്നു. അപ്പൊ ആ ശിക്ഷയിൽ നിന്നൊരു മോചനം ലഭിക്കുകയാണ്. ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് മരണത്തിന്റെ ഈ സ്വഭാവം ഇത് നാം മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ദൈവിക പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വസ്തുത ഇതിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ ആത്മാവെന്നുള്ള പറഞ്ഞല്ലോ, ശാരീരിക മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യന്റെ ആത്മാവ് അവനെ വിട്ടു പോകുന്നതാണ് ശാരീരിക മരണം എന്നുള്ളതാണ് നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് തികച്ചും വേദവിരുദ്ധമാണ് പ്രിയമുള്ളവരെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മിൽ ഇപ്രകാരം ഒരു ആത്മാവ്, സജീവമായിരിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ ആത്മാവ് എന്തിനാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മിൽ നിന്നും വിട്ടുപോകുന്നത്? ഞാൻ ഉദാഹരണം ചോദിക്കാം. ഇപ്പൊ ഒരു പാപിയാണ് മരിക്കുന്നത് എങ്കിൽ ഇന്നത്തെ മതങ്ങൾ പഠിപ്പിക്കുന്നതനുസരിച്ച് അവൻ നിത്യനരകത്തിലാണ്. ആ നിത്യനരകത്തിൽ എന്താ? ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് അവൻ തള്ളപ്പെടുമെന്നാണ് നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിൽ ഒരു വ്യക്തി ഇവിടെ തീപ്പൊള്ളലേറ്റു മരിക്കുകയാണ്. അവന്റെ ശരീരം 60% കൂടുതൽ പൊള്ളിക്കഴിഞ്ഞാൽ അവൻ മരിക്കും. എന്തിനാ ഈ ആത്മാവ് 60% പൊള്ളിയ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നത്? എന്തിനാ? എന്തുകൊണ്ട് ഈ ആത്മാവിന് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല? അവൻ പാപിയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ അഗ്നി തടാകത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നത്. അവിടെ നിത്യകാലം, എക്കാലവും അനന്തമായി ആ നിത്യാഗ്നിയുടെ വേദന അനുഭവിച്ച് കഴിയേണ്ടവനാ. പക്ഷെ ഇവിടെ ചെറിയൊരു ശാരീരികമായ പൊള്ളലുണ്ടായപ്പോഴേ അവൻ വിട്ടുപോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനാ ആത്മാവ് അങ്ങനെ പോകുന്നത്? ഇനി മറ്റൊന്ന്, നമുക്ക് അനസ്തേഷ്യ നൽകുന്നു. അനസ്തേഷ്യ നൽകി നമ്മെ ഒരു വലിയ ഓപ്പറേഷന് വിധേയരാക്കുകയാണ്. 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനസ്തേഷ്യ നൽകുമ്പോൾ നമ്മുടെ ശരീരത്തിലാണ് നൽകിയിരിക്കുന്നത്. ഈ ആത്മാവ് സചേതനമായി നമ്മുടെ ശരീരത്തിനുള്ളിൽ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന മുറിവുകളോ വേദനകളോ നാം അറിയാത്തത് എന്താ? നമ്മുടെ കിഡ്നി ഡോക്ടർ അടിച്ചോണ്ട് പോവുക. ഇത് എന്തുകൊണ്ട് ഈ ആത്മാവ് അറിയുന്നില്ല? നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ആത്മാവ് എന്നുള്ള ഒരു വിഷയം, ആത്മാവ് എന്താണ് എന്നുള്ള വിഷയം അടുത്ത ദിവസം ഇതിനോടനുബന്ധമായി ഇതിന്റെ തുടർച്ചയായി ഞാൻ ചിന്തിക്കും.
നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.